ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കൂലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് കൂടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെ നബിദിന ദിവസത്തെ റാലി ഫുള്ള് വീഡിയോ ഉണ്ട് കേട്ടോ. അതും ഇതും കൂടി കൂടുമ്പോൾ ഓവർ ലാഗായിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഒരു ദിവസം ഇടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്താ പറയാനില്ലെന്നുണ്ടെങ്കിൽ, എൻ്റെ ആ വീഡിയോ എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. വീഡിയോൻ്റെ എന്തെങ്കിലും വീഡിയോ ഇടലില്ലേ, വീഡിയോ കാണലില്ല എന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ വീഡിയോന് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അതിന് നിങ്ങളൊന്ന് ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇനേബിളായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കണം. ലൈക്ക് അടിച്ചാൽ അതൊരു റെക്കമെൻഡേഷനാണ്. അപ്പോൾ വീഡിയോ ഇനിയും കൂടുതൽ ആളിലേക്ക് ഷെയർ ആയി പോകും കേട്ടോ. അപ്പോൾ അത് എൻ്റെന്നല്ല, ഇപ്പോൾ ഒരുമാതിരി യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരും കംപ്ലൈൻ്റ് ആണ്, നോട്ടിഫിക്കേഷൻ പോകണില്ല എന്ന്. ആ യൂട്യൂബിൻ്റെ എന്തോ ഒരു ഇതാണത്. അപ്പോൾ നിങ്ങളെന്താക്കി ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ 12 അന്ന് വെള്ളിയാഴ്ച അല്ലായിരുന്നു ഇവിടെ ജാഥ ഉണ്ടായത് കേട്ടോ. ശനിയാഴ്ച ദിവസങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ജാഥ കൂടാത്ത ഒരുപാട് കെട്ടിച്ച പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ ആൾക്കാർക്ക് കൂടാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ നബിദിനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എൻ്റെ നമ്പറൊന്ന് സത്യത്തിനൊന്ന് കെട്ടിച്ചു പോയ പെൺകുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരും ആവശ്യക്കാരല്ലേ ഇപ്പോൾ നമ്മളെ നമ്പർ വെക്കുള്ളൂ, ഇല്ലാത്തവർ വെക്കൂലല്ലോ. കുറേ ആൾക്കാർ ഇവിടുന്ന് കെട്ടിച്ച പാവം പെൺകുട്ടികളെല്ലാം എൻ്റെ നമ്പർ കണക്റ്റ് ആക്കിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ട് അറിയിച്ചിട്ടുണ്ടായി, റഹ്മത്താത്ത ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല, കുട്ടികളെ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇടൂ എന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് നോക്കിയിരിക്കുകയാണ്, നിങ്ങൾ വീഡിയോ ഇടുന്നില്ലൊരു സമാധാനത്തിലാണ് ഞങ്ങൾ ഇരിക്കണത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. എന്താ നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് പനിയായിട്ട് ഞാൻ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഷോർട്ടൊക്കെ മിഞ്ഞാന്ന് അങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ ഫുള്ള് വീഡിയോ ഇടുകയെന്ന് പറഞ്ഞിട്ട് ഇനി ഫുള്ള് ജാഥൻ്റെ ഉണ്ട്. അത് മാത്രം ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ജാഥയ്ക്ക് ഞങ്ങളെല്ലാവരും എത്ര വയ്യെങ്കിലും നമ്മൾ എണീച്ച് പോയിട്ട് കാണില്ല. അങ്ങനെ നമ്മളെ മൊയ്തുക്കാൻ്റെ പീടിയേൻ്റെ അവിടെ വെച്ചിട്ട് ജാഥ ഒക്കെ വന്ന് ലാസ്റ്റ് എത്തുമ്പോൾ കളിപ്പിക്കുകയാണ് കേട്ടോ ദഫ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളെ മൊയ്തുക്കാക്ക കുറേ കാലം ഞങ്ങൾക്കൊക്കെ സത്യം ഞങ്ങളൊക്കെ പഠിക്കുന്നേ മുതൽ ദഫ് കുട്ടികളെ പഠിപ്പിച്ചിട്ടും കളിച്ചിട്ടൊക്കെ ഞങ്ങൾ കാണുന്നതാണ് കേട്ടോ. അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യത്തിൽ എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും ഇതെന്തായാലും നമ്മൾ ഒഴിവാക്കൂലല്ലോ, നമ്മൾ പോയി കണ്ടേ തീരുള്ളൂ. എത്ര കഴിയൂലെങ്കിലും ഇപ്പറായാലും അപ്പറായാലും ഓടി എണിച്ച് നമ്മൾ പോയിട്ട് കാണും. അങ്ങനെ അതെല്ലാവരും ജാഥയൊക്കെ പോയി എല്ലാവരും ക്ഷീണിച്ച്. അൽഹംദുലില്ലാ, മഴ ഇല്ലായിരുന്നു. അതായിരുന്നു അള്ളാഹിനോട് അന്നൊരു ദിവസം നമുക്ക് മഴ തീരെ തരണ്ടെന്ന് നമുക്ക് അള്ളാഹിനോട് പറയാൻ പറ്റൂലല്ലോ. മഴക്കൊരു ശമനം കൊണ്ട് അള്ളാന്ന് പറഞ്ഞാൽ അങ്ങനെ മഴയെല്ലാം പടച്ചോന് കുറച്ച് അങ്ങോട്ടൊക്കെ ആക്കി റാഹത്താക്കി. എല്ലാവരും ജാഥയൊക്കെ കണ്ട് തിരിച്ച് പെരക്കൊക്കെ പോകേണ്ട ആ ഒരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അന്നത്തെ ഈ വർഷത്തെ നബിദിനത്തിൻ്റെ റാലി കഴിഞ്ഞല്ലോ. ഇനി വൈകുന്നേരം കുട്ടികളെ പരിപാടി ഇൻഷാ അല്ലാഹ് ഒരു കിടിലൻ വീഡിയോ ഉണ്ട് നാളെ വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ദഫും വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ നാളെ വരുന്ന. അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക. വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നതോട് കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വോയിസോ ദഫ് മുട്ടുന്നതോ പാട്ടോ മക്കൾ പാടുന്നൊന്നും ഈ യൂട്യൂബിൽ ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അലേർഡല്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് ജാഥയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ കിട്ടി. ആ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം കടന്നുറങ്ങി എണീച്ചൊക്കെ ചെയ്ത് പള്ളിക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പള്ളി നല്ല അടിപൊളിയായിട്ട് ചമയിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുട്ടികൾ പാടുന്നൊന്നും നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റൂല. അതൊന്നും യൂട്യൂബ് എന്താ പറയുക സ്വീകരിക്കുന്നതല്ല. നമ്മൾ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും അങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷേ യൂട്യൂബിൽ പുറത്തൊരു വോയിസ് നമുക്ക് ഇടാൻ പറ്റൂല. നമുക്ക് സ്ട്രൈക്കും കോപ്പിറൈറ്റൊക്കെ വരും. അതുകൊണ്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കുക, ഷെയറും കമൻറ്റും ഒക്കെ
ഒക്കെ ചെയ്യട്ടെ. എന്ത് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യങ്ങൾ ഓരോരോ വീഡിയോയിൽ, ഇപ്പം നമ്മൾ ഇന്നിട്ട വീഡിയോ തന്നെ എല്ലാവരും ഇന്ന് കാണണം എന്നില്ലല്ലോ. പഴയ വീഡിയോയിൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ട് ഒരു Q&A എന്ന് പറഞ്ഞ ഒരു ചോദ്യത്തിനൊരു ഉത്തരം എന്ന് പറഞ്ഞിട്ട് എല്ലാം അതിന് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ കമൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ കമൻറ്റ് വന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. ഈ കമൻറ്റൊക്കെ തെളിവ് നിങ്ങളെ മുമ്പ് തരാം. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് എന്താക്കണോ, അതെല്ലാം ഞാൻ ഒരു ദിവസം ഒഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് അപ്പോൾ ഇന്നത്തെ നബിദിനെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരീട്ടോ.